ഹലോ ഗൈസ്, വീട്ടിലിരുന്ന് റെസിൻ ആർട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? ഇത് ബിഗിനേഴ്സിൻ്റെ ഒരു ഗൈഡാണേ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് റെസിൻ എന്ന് പറയുന്നത്. ഇത് 2 ബോട്ടിലായിട്ടായിരിക്കും വരുന്നത്. ഒന്നിൽ റെസിൻ ആയിരിക്കും, ഒന്നിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ്നർ ആയിരിക്കും. അപ്പോൾ 3:1 റേഷ്യോയിലുള്ള ഒരു റെസിനാണിത്. ഇത് 2:1, 1:1 അങ്ങനെ പല റേഷ്യോയിലും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. നമ്മൾ ചെയ്യുന്ന ക്രാഫ്റ്റ് അനുസരിച്ചിട്ടാണ് അത് ഏത് റേഷ്യോയിൽ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ റെസിൻ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഇത് റെസിൻ്റെ വേറൊരു ടൈപ്പാണ് UV റെസിൻ എന്ന് പറയുക. അതായത് നമ്മൾ നെയിൽ പോളിഷൊക്കെ അടിച്ചിട്ട് ഉണക്കാനായിട്ട് ഒരു UV ലാമ്പ് യൂസ് ചെയ്യത്തില്ലേ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ്ലി ക്യൂർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. ജ്വല്ലറി ഒക്കെയാണ് ഉണ്ടാക്കി തുടങ്ങുന്നതെങ്കിൽ അത് യൂസ് ചെയ്യാമേ. ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് വെയ് മിഷ്യൻ. ഇത് നമുക്ക് ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 250 രൂപയെ താഴെ ഉള്ളൂ. റെസിൻ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് അതിന് മെഷർമെൻറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിനൊരു ക്ലിയർ ഫിനിഷ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വെയ് മിഷ്യൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് മെഷർ ചെയ്യാനായിട്ടുള്ള കപ്സ് ആണ്. നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് വീട്ടിൽ പഴയ ഐസ്ക്രീമിൻ്റെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഏറെ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കപ്പ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് പല വലുപ്പത്തിൽ വാങ്ങാൻ കിട്ടും, അതാണെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാമേ. പിന്നെ വേണ്ടത് അത് മിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു സ്റ്റിക്ക് വേണം. ഏറ്റവും അഫോർഡബിൾ തന്നെ വീട്ടിൽ പിള്ളേർ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കളഞ്ഞിട്ടുള്ള സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കിറ്റായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അങ്ങനത്തെ ഒരു സ്റ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് മോൾഡ് എന്ന് പറയുന്നത്. മോൾഡിനകത്തേക്ക് ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഏത് ഷേപ്പിലാണ് ഇത് വേണ്ടത് അങ്ങനെ നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാൻ പറ്റും. ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു 4 ഇഞ്ചിൻ്റെ ഒരു കോസ്റ്ററിൻ്റെ ഒരു മോൾഡ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം വലുപ്പത്തിലുള്ള സാധനങ്ങൾ ഫ്ലവേഴ്സൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്ത് പഠിക്കാൻ പറ്റുമേ. ഇതാണ് മിക്ക ബിഗിനേഴ്സും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കോസ്റ്ററിലാണ്. പിന്നെ ഇതൊക്കെ വരുന്നത് ബുക്ക് മാർക്കാണ്. അതിനൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് മതി. ബുക്ക് മാർക്ക് ലൈറ്റായിട്ടൊക്കെ നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാനായിട്ട് കിട്ടും. ആദ്യമേ ഒരുപാട് അങ്ങനെ വാങ്ങി വെക്കരുത്. പിന്നെ ഇത് നമുക്ക് ഇയറിങ്സ്, അതായത് സ്റ്റഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മോൾഡാണ്. അതിൽ തന്നെ പല ടൈപ്പ് സ്റ്റഡ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു 8 ഇഞ്ച് ഫ്രെയിമാണ് ഇത്. 6 ആഗ് വരുന്ന ഒരു 8 ഇഞ്ച് ഫ്രെയിമാണ്. ഒരു വെഡ്ഡിങ് ഗാർലൻഡോ അല്ലെങ്കിൽ ഒരു ഫ്രെയിമോ അങ്ങനത്തെ പ്രിസർവേഷനൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുമേ. പിന്നെ വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബബിൾ ബസ്റ്റർ. അതായത് നമുക്ക് റെസിൻ മിക്സ് ചെയ്യുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരുപാട് ചെറിയ ബബിൾസ് വരുവേ. ബബിൾസ് അങ്ങനെ തന്നെ നമ്മൾ പോർ ചെയ്തിട്ട് ക്യൂർ ആകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബബിൾ അങ്ങനെ തന്നെ വിസിബിൾ ആയിരിക്കും. ഇത് ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഈ സ്പ്രേ നമ്മൾ അങ്ങനെ റെസിൻ പോർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 95% വരുന്ന ബബിൾസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിന്നിൻ്റെ അലർജി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഗ്ലൗസ് വെയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഇത് ആക്രിലിക് ഗ്ലൗസ് ആണ് വരുന്നത്. അതായത് നമുക്ക് റെസിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒരു ഗ്ലൗസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്.